സോഷ്യൽ മീഡിയ ഫെയിമായ മൊണാലിസ ഇപ്പോൾ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ അഭയം തേടിയിരിക്കുകയാണ്. തന്റെ മുസ്ലിം കാമുകനുമായുള്ള വിവാഹം കഴിക്കുവാനുള്ള തീരുമാനത്തെ കുടുംബവും നാട്ടുകാരും ശക്തമായ എതിർത്തോടെയാണ് മൊണാലിസ ഈ തീരുമാനമെടുത്തത്. ചോദ്യം ഇതാണ്, ഇതല്ലേ ശരിക്കും കേരള സ്റ്റോറി? വർഗീയ കലാപങ്ങളോ മാനഭംഗ കേസുകളോ ജാതിയുടെ പേരിലുള്ള കൊലപാതകങ്ങളോ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനം എന്ന പേരാണ് കേരളത്തിനുള്ളത്. അതങ്ങ് നോർത്ത് ഇന്ത്യയിലും ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണെന്ന് തന്നെ തെളിവാണ് ഈ സംഭവം. जैसे हमारा केरला सुंदर है वैसे यहाँ के लोग भी सुंदर है. മാത്രമല്ല 2 ദിവസം മുമ്പ് കേരളത്തിന്റെ സ്വന്തം താരമായ സഞ്ജു സാംസൺ ഇന്ത്യക്കായി ലോകകപ്പ് ഉയർത്തി മറ്റൊരു കേരള സ്റ്റോറി കൂടി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മാസം കേരളത്തിന് കിട്ടിയ 2ാമത്തെ നേട്ടം തന്നെയാണിത്. കാരണം വർഗീയ വിഷപടമായ കേരള സ്റ്റോറി തിയേറ്ററിൽ ഇറങ്ങിയ സമയത്താണ് സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലോട്ടുള്ള എൻട്രിയും ഇന്ത്യക്ക് കപ്പ് അടിക്കാനുള്ള കാരണക്കാരനാവുകയും ചെയ്തത്. എന്താണല്ലേ, സാത്താന്മാരൊന്ന് തീരുമാനിക്കും, ദൈവം മറ്റൊന്ന് നടത്തും. അത് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാപിറ്റൽ സിറ്റി തന്നെ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതേസമയം കേരള സ്റ്റോറി 2 ഫസ്റ്റ് പാർട്ട് പോലെ പ്രതീക്ഷിച്ച പോലെ വമ്പ ഹിറ്റൊന്നും ആയില്ല. ഇതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. കേരള സ്റ്റോറി ഫസ്റ്റ് പാർട്ട് ബോക്സ് ഓഫീസിൽ വമ്പ ഹിറ്റായിരുന്നു. പിന്നെ അവിടെയുള്ള നാട്ടുകാർക്ക് തന്നെ മനസ്സിലായി ഇതൊരു ഉടായിപ്പ് വിഷപ്പടമാണെന്ന്. കേരള സ്റ്റോറി ഈ സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. കേരള സ്റ്റോറി 2 എൻ്റെ പൊന്നോ, ഇതുപോലൊരു പ്രൊപ്പഗണ്ട ഫിലിം ഞാൻ കണ്ടിട്ടില്ല. ഇത് എൻ്റെ ഒരു നമ്പറാ കളിക്കുന്നത്, അതിൽ വേണ്ട തെണ്ടി എന്ന് വെച്ചാൽ ഒരുമാതിരി തമ്മിത്തല്ലീര് മാത്രം, ഒരു 2 സമുദായങ്ങളെ തമ്മിത്തല്ലിക്കാൻ വേണ്ടി തന്നെ ഒരു പ്രൊപ്പഗണ്ട ഫിലിം. മൊണാലിസ എന്ന ഈ പെൺകുട്ടി മധ്യപ്രദേശിൽ നിന്ന് ഇത്രയും ദൂരെ കേരളയിൽ വന്ന് അഭയം പ്രാപിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ഇല്ലാത്ത ലവ് ജിഹാദും പറഞ്ഞ് മനുഷ്യനെ കൊല്ലുന്ന നാടാണ് നോർത്ത് ഇന്ത്യയിലെ സ്ഥലങ്ങളായ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ പോലുള്ള സ്ഥലങ്ങൾ. എപ്പം വേണോ ഇവർ മരണപ്പെടാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഈ മധ്യപ്രദേശൊക്കെ. എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് ഉനാവ് റേപ്പ് കേസ്. നീതിക്കായി പരാതി നൽകിയ ആ പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെ തകർന്നുപോയി എന്ന് ഓർത്താൽ പോലും അവിടുത്തെ സമുദായങ്ങളുടെ സുരക്ഷ എത്രത്തോളം ദുർബലമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ ഉത്തർപ്രദേശിലെ ചീഫ് മിനിസ്റ്ററായ യോഗി ആദിത്യനാഥിന് ആ പെൺകുട്ടി കംപ്ലൈന്റ് കൊടുത്തപ്പം അവർ ആ പെൺകുട്ടിയുടെ അച്ഛനെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൊലപ്പെടുത്തി. അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ ആന്റി ഒരു ട്രക്ക് ആക്സിഡന്റിൽ കൊലപ്പെടുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയുടെ വക്കീലിനെയും കൊലപ്പെടുത്താൻ, ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കേരള എന്ന നാടിൻ്റെ വില മനസ്സിലാക്കേണ്ടത്. ഇവിടെ LDF സർക്കാർ ഉള്ളിടത്തോളം കാലം ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാവില്ല. കാരണം LDF സർക്കാർ പണ്ട് മുതൽക്ക് കേരളത്തിലെ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതാണ് കേരളയെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ പണ്ട് മുതൽക്കേ അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ് എന്ന് പറഞ്ഞ് മനുഷ്യരെ കാണാനല്ല നമ്മളെ പഠിപ്പിച്ചത്. മനുഷ്യരായിട്ട് തന്നെ കാണാൻ, എല്ലാവർക്കും തുല്യമായിട്ട് എല്ലാവരെയും കാണാനാണ് നമ്മളെ പഠിപ്പിച്ചത്. അത് അന്നും ഇന്നും കുറേ തമ്പുരാന്മാർക്ക് പിടിച്ചിട്ടില്ല. മോക്ഷം കിട്ടാൻ കണ്ണുമടച്ച് സദാസമയം മന്ത്രം ജപിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും നിന്ന് കരയുന്ന പാവപ്പെട്ടവരുടെ കണ്ണീര് കാണാൻ കഴിയില്ല. അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് തുല്യതയ്ക്കാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, സാമൂഹിക സമത്വം. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഒന്നായിരുന്നു ഭൂസമവാക്യ നിയമങ്ങൾ. ഇത് EMS നമ്പൂതിരിപ്പാട് പോലുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ നടപ്പിലായതാണ്. ഭൂമി ദരിദ്ര കർഷകർക്ക് വിതരണം ചെയ്തു. ആ കണ്ണീര് തുടയ്ക്കുന്നതാണ് ഏറ്റവും വലിയ മോക്ഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭൂസ്വാമികളുടെ ഫ്യൂഡൽ അധികാരം കുറച്ചു. താഴ്ന്ന ജാതിക്കാരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളും കൂടുതൽ സ്ഥിരത നേടി. LDF സർക്കാരുകൾ സർക്കാർ സ്കൂളുകളിലും ഉയർന്ന വിദ്യാഭ്യാസത്തിലും വലിയ നിക്ഷേപം നടത്തി. പാവപ്പെട്ട കുട്ടികൾക്കും പഠിക്കാനുള്ള അവകാശം LDF സർക്കാർ ഒരുക്കി. അന്ന് തുല്യതയ്ക്ക് വേണ്ടി സഖാവ് EMS നമ്പൂതിരിപ്പാട് ലാൻഡ് റിഫോം സൈറ്റ് ഉണ്ടാക്കിയപ്പോൾ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്ക് എതിരെ നിന്നിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ജന്മിത്ത വ്യവസ്ഥയും അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ് സിസ്റ്റം, ദളിതന്മാരുടെ കൊലപാതകങ്ങൾ ഒക്കെ ഇപ്പോഴും ഇന്ത്യയിൽ ഉള്ളതിന് കാരണം എന്താണെന്ന്, കേരള പോലൊരു മതേതര സംസ്ഥാനം എങ്ങനെ ഉണ്ടായെന്ന്. केरला बहुत ही सुंदर है, बहुत ही अच्छा है. जैसे हमारा केरला सुंदर है वैसे यहाँ के लोग भी सुंदर है. ഇനി മൊണാലിസയെ പോലുള്ളവർ കേരളത്തിൽ അഭയം പ്രാപിക്കാൻ സാധ്യതയുണ്ട്. അതിന് കൂടി വരത്തേ ഉള്ളൂ. ലോകം മുഴുവൻ അറിയാം കേരള എന്നത് മതേതരത്വത്തിന്റെ സ്വന്തം നാടാണെന്ന്. ഇനി സഞ്ജുവിന്റെ വിഷയത്തിലോട്ട് തിരിച്ചു വരാം. സഞ്ജു വരുന്നതിന് മുമ്പ് ഇന്ത്യൻ ടീമിൽ പ്ലെയിൻ ലെവലിൽ എല്ലാവരും ഹിന്ദുസ് ആയിരുന്നു. ഇതെല്ലാം നമ്മുടെ തോന്നലെന്ന് മാത്രമേ പറയാൻ പറ്റൂ. 10-12 വർഷമായിട്ട് ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ബീഫ് എക്സ്പോർട്ടിംഗ് ലോകത്ത് തന്നെ ടോപ്പ് രാജ്യം. പക്ഷേ ബീഫിന്റെ പേരിൽ മുസ്ലിംസിനെ കൊന്നൊടുക്കുന്നത് ഇവർ തന്നെയാണ്. വിചിത്രമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഞ്ജു സാംസൺ എന്ന ഹിഡൻ ജെമിനെ ഇത്രയും കാലം മറച്ചു വെച്ചതിൽ രാഷ്ട്രീയമില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം സഞ്ജു IPL രാജസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റനാണ്. പ്രഷർ സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള കളിക്കാരൻ. നമ്മൾ കണ്ടതാണ് അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ഒക്കെ സഞ്ജു ടീമിന് വരുന്നതിന് മുമ്പ് പകച്ചു നിന്നത്. പോരാത്തതിന് സഞ്ജു മലയാളി, കേരളക്കാരൻ. മലയാളികളോട് കാണിക്കുന്ന അനീതി എന്താണെന്ന് മനസ്സിലാക്കാൻ കേന്ദ്ര ബഡ്ജറ്റുകൾ മാത്രം നോക്കിയാൽ മതി. ഇന്ത്യ വേൾഡ് കപ്പ് പഠിച്ചപ്പോൾ സൂര്യകുമാർ യാദവും ജയ് ഷായും അമിത്ഷായുടെ മോനും വേൾഡ് കപ്പും കൊണ്ടുപോയത് ഹനുമാൻ ക്ഷേത്രത്തിലാണ്. എന്തേ സഞ്ജു എന്ന ഒരൊറ്റ ഘടകം കാരണമാണ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയത്. എന്തേ ക്രിസ്ത്യൻ പള്ളിയിലോട്ട് കൊണ്ടുപോയില്ല? ഇന്ത്യ ഒരു സെക്കുലർ കൺട്രിയാണ്, മതേതര രാജ്യം, ഹിന്ദു രാജ്യമല്ല. അപ്പം 11 പ്ലേയേഴ്സും ഹിന്ദുക്കളായിരുന്നെങ്കിലോ? അപ്പോൾ ഹിന്ദുക്കളെ മാത്രം കൊണ്ട് വേൾഡ് കപ്പ് അടിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നോർത്ത് ഇന്ത്യയിലെ വിവരമില്ലാത്തവരെല്ലാം ഹിന്ദു ദൈവമാണ് വേൾഡ് കപ്പ് കൊടുത്തതെന്ന് പ്രചരിപ്പിച്ചേനെ. ഇത് തന്നെയാണ് അവരുടെ ഉദ്ദേശവും. നോർത്ത് ഇന്ത്യക്കാർ കേരള സ്റ്റോറി ഇറക്കി ദൈവമാർക്ക് സഞ്ജു സാംസൺ വഴി ഇന്ത്യക്ക് തന്നെ വേൾഡ് കപ്പ് സ്വന്തമാക്കി കൊടുത്തു.
അപ്പം നിങ്ങൾ തന്നെ പറയും ഇതല്ലേ ശരിക്കും കേരള സ്റ്റോറി. അതും ഈ അപരാധപ്പടം ഇറങ്ങിയ സമയത്ത് തന്നെയാണ് ഈ 2 ഇൻസിഡൻറ്റ്സ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദാറ്റ്സ് ആൾ ഫോർ ടുഡേസ് അപ്ഡേറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.